നമ്മളെ കറമ്പി പശുവിൻ്റെ പുറത്തെ കൊക്കുകൾ നമ്മളെ കണ്ടപ്പം ദൂരേക്ക് പാറിപ്പോയി. കറമ്പിയോട് കുറച്ച് കുശലം പറഞ്ഞ് ഞാൻ നേരെ തോട്ടുവക്കത്തേക്ക് പോയി. തോട്ടുവക്കത്ത് നല്ല കാറ്റുണ്ട്. നമ്മളെപ്പോഴും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സുഖം തന്നെയാണ്. തോട്ടിലൊക്കെ നല്ല വെള്ളം വറ്റി നിൽക്കുകയാണ്. നമ്മുടെ ഈ ചെള്ളിക്കാട്ടിൻ്റെ ഉള്ളിലൊക്കെ കുറേ കുരുവികളും കിളികളൊക്കെ കൂട് കൂട്ടി താമസിക്കുന്നുണ്ട് കേട്ടോ. എന്നെ കണ്ടപ്പോൾ എന്തോ പന്തികേട് തോന്നിയത് കൊണ്ട് കൊക്കാശാൻ അങ്ങനെ തിരിച്ച് പോയി. നമ്മൾ ഞണ്ടിൻ്റെ കൂടാണ് ആ തോട്ട് കിടക്കുന്നത്. എന്താ അറിയില്ല, 2 ദിവസമായിട്ട് ഞണ്ടൊന്നും കയറില്ല. നമ്മൾ ട്രിക്ക് അവന്മാർ കണ്ടുവെച്ചെന്നാ തോന്നുന്നത്. അവന്മാരെ ഉഡായിപ്പിൻ്റെ ആശാന്മാരാ. അപ്പോൾ വഴിയൊക്കെ അവന്മാർ കണ്ടുപിടിച്ച് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അതിനെ കവച്ച് വെക്കണം, എന്തെങ്കിലും ഒന്ന് നമ്മൾ ചെയ്യണം. സോ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം, നമുക്കത് അതുപോലെ അപ്ലൈ ചെയ്യാം. ഓക്കെ. പിന്നെ ഞാൻ ഈ കൂടിൻ്റെ ഡിസൈനൊന്ന് മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഓരോ ഹോൾസ് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. അപ്പോൾ അത് അത്യാവശ്യം ഒരു 2-3 സൈഡിൽ നിന്നൊക്കെ ഹോൾസ് അതിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഡിസൈൻ്റെ വല്ല ആശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. നമ്മുടെ നാട്ടുകാരനല്ലാത്ത ഒരു കൊക്ക് വേറെ ഏതോ ദൂരദേശത്തു നിന്ന് വന്നതായിരിക്കാം. എന്നെ കണ്ടിട്ട് ഒരു കൂസലും ഇല്ലാതെ തോടുന്ന് നല്ല കരയിലേക്ക് കയറി. നമ്മളെ മൊബൈലും പിടിച്ച് ഞാനും അവൻ്റെ പുറകെ കൂടി. വീണ്ടും അവൻ്റെ അടുത്തേക്ക് ഞാൻ ക്ലോസായി വരുന്നതെന്ന് മനസ്സിലായ അവൻ അവിടെ നിന്ന് വലിയ ചിറക് വിരിച്ച് പാറിപ്പോയി. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാണാം, നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന വൈറ്റ് കൊക്കുകൾ. അവനെ കണ്ടതും അവനെ പേടിച്ചിട്ടാവണം തിരിച്ച് ഇങ്ങോട്ട് തന്നെ പാറി വന്നു. അപ്പോൾ നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്.